ഹലോ ഫ്രണ്ട്സ്, ഷാഡോസ് ടിവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരുന്നുണ്ടല്ലോ, അവർക്കൊക്കെ PR കിട്ടുമോ? എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് കാനഡയിലേക്ക് വരുന്നത്? വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത്രയും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് PR കിട്ടുമെന്ന് എന്താണ് ഗ്യാരണ്ടി? അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എൻകറേജ്മെന്റ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. കാനഡയിൽ പഠിക്കാൻ വന്നാൽ PR കിട്ടുമോ? തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ കാനഡയിൽ പഠിക്കാൻ വന്നാൽ PR കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നാട്ടിൽ നിന്ന് PR അപ്ലൈ ചെയ്ത് വരുന്ന ഒരാൾക്ക് അവർക്ക് ആകെ ഉള്ള ഒരു വേ എന്ന് പറയുന്നത് എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ PNP ആണ്. എന്നാൽ കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഈ എക്സ്പ്രസ് എൻട്രിയും PNPയും മാത്രമല്ല, മറ്റ് അനേകം പ്രോഗ്രാംസ് ഉണ്ട്. ഉദാഹരണത്തിന് കാനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പം ഉദാഹരണം അതുപോലെ തന്നെയാണ് RNIP, AIPP, അങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാംസിന് ഏറ്റവും ക്വാളിഫൈഡ് ആകുന്നത് കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികളാണ്. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കാനഡിയൻ എഡ്യൂക്കേഷൻ കാണിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കാനഡ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റത്തില്ല. കാനഡ എഡ്യൂക്കേഷനും കാനഡ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ CRS സ്കോർ കൂടുകയും നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ഇനിയും +2 കഴിഞ്ഞ് വന്നിട്ടുള്ളവർക്ക് PR കിട്ടുമോ? എൻ്റെ അഭിപ്രായത്തിൽ PR +2 കഴിഞ്ഞ ഒരാൾക്ക് കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. അവർക്ക് ഒരുപക്ഷെ എക്സ്പ്രസ് എൻട്രിയിൽ അവർ ക്വാളിഫൈഡ് ആയിട്ടില്ല എങ്കിൽ അവർക്ക് മറ്റ് സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ലാസ്റ്റ് ഡ്രോയിൽ ഒരുപക്ഷെ കാനഡയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു CRS സ്കോർ 75 വരുന്നത്. 75 സ്കോർ എന്ന് പറയുന്നത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ്. അതിവിടെ പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ എക്സ്പീരിയൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവൻ +2 പഠിച്ചു കഴിഞ്ഞ് വന്നിട്ടുള്ളവർക്ക് പോലും അതിൽ ക്വാളിഫൈഡ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ കാനഡയിലെ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷന് വർക്ക് പെർമിറ്റോട് കൂടി DLISൽ പഠിച്ച് ഇറങ്ങിയാൽ നിങ്ങൾക്ക് PR കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ല എങ്കിൽ നിങ്ങൾ പഠനം ഉഴപ്പുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളിൽ പഠനം പൂർത്തിയാവാതെ PGWP കിട്ടാതെയൊക്കെ ഇരുന്നാൽ മാത്രമേ അതൊരു ബുദ്ധിമുട്ടാകത്തുള്ളൂ. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് PGWP നിങ്ങൾ എലിജിബിൾ ആയി, PGWP നിങ്ങൾ കയറി വർക്ക് എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ പല പ്രോഗ്രാംസ്, ഇപ്പോൾ ഉദാഹരണത്തിന് റൂറൽ നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം RNIP എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ RNIP എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കാനഡയിൽ ഉള്ള പഠിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികൾക്കാണ്. കാനഡയിലുള്ള അല്ലെങ്കിൽ ഒണ്ടാരിയോയിലുള്ള ഔട്ടർ കമ്മ്യൂണിറ്റീസ്, സഡ്ബറി, തണ്ടർ ബേ, അങ്ങനെയുള്ള 7-8ഓളം കമ്മ്യൂണിറ്റീസിൽ നമുക്ക് അവിടെ പോയി അവിടുത്തെ ഒരു എംപ്ലോയർ അടുത്ത് ജോലി മേടിച്ചുകൊണ്ട് അവിടുന്ന് ഒരു ഓഫർ ലെറ്റർ നമുക്ക് കിട്ടുമ്പോൾ അത് വെച്ചുകൊണ്ട് RNIPക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതും കാനഡയിൽ വന്നിട്ടുള്ളവർക്കാണ് അത് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പഠിക്കാൻ വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതിന് എഫേർട്ട് ഇടുക, ഇവിടെ പഠിക്കാൻ വരിക. PRന്റെ കാര്യത്തിൽ നിങ്ങൾ വറീഡ് ആവേണ്ട. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. 99% ആൾക്കാർക്കും PR കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ എക്സ്പീരിയൻസിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട. എങ്ങനെ ഇവിടെ വരാൻ പറ്റുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് PR കിട്ടും. ഈ ലാസ്റ്റ് CRS ഡ്രോ എന്ന് പറയുന്നത് ഒരുപക്ഷെ കാനഡയിലുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സ്, ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ആരും പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു ഡ്രോ ആയിരുന്നു. ലാസ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് ആരും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ആ സ്കോറിംഗ് എന്ന് പറയുന്നത്. 75 എന്ന് പറയുന്നത് കാനഡയിലുള്ള ഒരാളും അത് ബിലീവ് ചെയ്യത്തില്ല. ഇവൻ നമുക്ക് പോലും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ 75നൊക്കെ നമ്മൾ കോൾ ചെയ്യുമോ അല്ലെങ്കിൽ അതാണോ CRS സ്കോർ എന്ന്. ഒരുപക്ഷെ അവർക്ക് തെറ്റിപ്പോയതാണെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിന് കാരണമുണ്ട്. കാരണം അടുത്ത
3 വർഷം കൊണ്ട് ഏകദേശം 12 ലക്ഷം ഇമിഗ്രേഷനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാനഡ ഇമിഗ്രേഷൻ ടാർഗറ്റ് ചെയ്യുന്നത് 4 ലക്ഷം ഇമിഗ്രൻസിനെയാണ്. ഈ 4 ലക്ഷം ഇമിഗ്രൻസിനെ കിട്ടണമെങ്കിൽ അതിൽ 50% വരാൻ സാധ്യതയുള്ള സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയായിരിക്കും. അവർക്കാണ് PR അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് മാത്രമേ കാനഡയ്ക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരെ അവരെടുക്കാൻ സാധ്യതയുള്ളൂ. ഇനിയും ഈ ദിവസങ്ങളിൽ പുതിയ ന്യൂസസ് ഓൾറെഡി ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. പുതിയ വാർത്തകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വാർത്തകൾ ഇനിയുള്ള ദിവസങ്ങൾ കേൾക്കാൻ സാധിക്കുമെന്ന്. തീർച്ചയായിട്ടും എക്സ്പെക്ട് ഗുഡ് തിങ്സ്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വലിയ ന്യൂസുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തുവിടാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. തുടർന്നും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സോ മച്ച്.